ശവമടക്കെല്ലാം കഴിഞ്ഞു. എന്റെ അമ്മയുടെ ശവകുംഭരത്തിനടുത്ത് തന്നെ മടക്കി. എന്റെ പൊന്നു മോളൊന്ന് കരയി. നിന്റെ സങ്കടം കുറെ പൊട്ടിക്കരഞ്ഞു തീരത്ത്, കുറെ കണ്ണീരൊഴിയും തീരത്ത്. എനിക്കിനി ആശകളില്ല, നിരാശകളുമില്ല. എന്റെ അമ്മച്ചി മരിച്ചു, അപ്പച്ചനും മരിച്ചു. എന്റെ ഇച്ഛായ കഴുകുമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ മോൾ? നിസ്സാരമായ ചിലത് കൂടി സംഭവിക്കാൻ കണ്ടേക്കും. മോളെ സോഫിയ, എല്ലാവരും മരിക്കും. മരിക്കുന്നവരെ ജീവിക്കണം. നിന്നെ നോക്കുന്ന കടമ ഞങ്ങളുടേതാണ്. ഇനി നീ എന്റെ കൂടെ താമസിച്ചാൽ മതി. കത്തിരിച്ചെടുത്ത് തന്നെ ഇതിന്റെ മുണ്ടോ തുണിയോ വെട്ടിയോ വല്ലതുണ്ടെങ്കിൽ എടുത്ത് പുറത്ത് വെച്ച് കഥവ് കൂട്ടിയാട്ടെ. എന്റെ പൊന്നു മോളെ എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. കഴിച്ചിട്ടൊന്നും ഉറങ്ങ്. എനിക്കിപ്പോ ഒന്നും വേണ്ട ചേട്ടത്തെ, എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. നീ വന്നൊന്ന് കൈ നനയ്ക്കുകയും ചെയ്യാതെ ഞാനൊന്നും കഴിക്കില്ല, അത് പറഞ്ഞേക്കാം. വെട്ടിയതും കൊന്നതും സ്വപ്നത്തിലെന്നോണം ഞാനാണ്. എന്റെ ഇച്ഛായ നിരപരാധിയാണ്. എന്നെ പോലീസിൽ പിടിപ്പിക്കണം. നീ ഭ്രാന്ത് പറയുകയാണ്. ഈ തോന്നലെല്ലാം നിന്റെ മനപ്രയാസം ഉണ്ടായി. അല്ല അല്ല, എനിക്കൊന്നും കേൾക്കണ്ട. നീ കത്രിയുടെ വീട്ടിലല്ലേ താമസം? അങ്ങോട്ട് പറ്റുള്ളൂ. സോഫി, ഇത്ര നേരത്തെ പള്ളി പോവാണോ? അതെ, എനിക്ക് കുമ്പസരിക്കണം. പോയിട്ട് വാ. നിനക്ക് മനോസുഖം കർത്താവ് തരും. കുർബാന കഴിഞ്ഞാൽ ഉടനെ പോരുന്നേ. നിരപരാധിയായ നിന്റെ സഹോദരനെ കർത്താവ് രക്ഷിക്കും. സോഫിയ എവിടെ? അവള് രാവിലെ പള്ളി പോയതാ. ഇത്രയും താമസിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. കയറിയിരുന്നാട്ടെ. അവൾ ഈ സംഭവത്തിൽ കുറ്റ കഴിയല്ല മത്തായിച്ച. ആരും പറയാതെ അതെനിക്കറിയാം. എന്റെ മകൻ മരിച്ചതിൽ
എനിക്ക് ദുഃഖമുണ്ടെങ്കിലും അവൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. ഫലമോ പാവപ്പെട്ട ഒരു കുടുംബം തകർന്നു. സോഫിയുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ ഒക്കുകയില്ല. സോഫിയെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഇന്നു മുതൽ അവളും എന്റെ മകളായിരിക്കും. സോഫിയായി വിളിച്ചുകൊണ്ട് വരണമെന്ന് ചാച്ചമ്മയും റജിയും എല്ലാം പറഞ്ഞു. ഏറ്റവും വലിയ നിർബന്ധം റീനയ്ക്കാണ്. അവൾ വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാം. വേണ്ട, വരുമ്പോൾ അറിയിച്ചാൽ മതി. ഞാനോ റീനയോ ഒന്ന് കൂട്ടിക്കൊണ്ട് വെക്കണം. പാരമധ്വാനങ്ങൾ ചെയ്തു കൃഷിക്കാരൻ വിത്തെറിഞ്ഞു, പാറമേൽ പതിച്ചതെല്ലാം ഉണങ്ങിപ്പോയി. പാറമേൽ പതിച്ചതെല്ലാം ഉണങ്ങിപ്പോയി. എവിടെ കുഞ്ഞുമോളെ മോള്? അവള് രാവിലെ പള്ളി പോയതാ. ഒന്ന് ഇറങ്ങി അന്വേഷിക്കാമെന്ന് വിചാരിക്കായിരുന്നു. അവൾ ഇപ്പോഴും പള്ളി പ്രാർത്ഥിക്കായിരിക്കും. ഈ പ്രാർത്ഥന ആകാശമോക്ഷം വരെ എത്രമല്ല. ഇവിടുന്ന് മോക്ഷത്തിലേക്ക് എത്ര മൈലുണ്ടെന്ന് എന്റെ വിചാരം. വല്യപ്പൻ എപ്പോഴും നേരം പോക്കാ. ഇപ്പോഴെവിടുന്ന് വരുന്നു? ഈ മരണവാർത്ത എല്ലാം അറിഞ്ഞിട്ടും ചാക്കപ്പ് പെണ്ണെ കെട്ടാൻ തയ്യാറാ. അവന്റെ വീട്ടുകാർക്ക് സമ്മതമാ. അപ്പൊ ഞാൻ ഈ കാര്യം ഒന്ന് അച്ഛനോട് പറയാൻ വേണ്ടി പള്ളി വരെ പോയിട്ട് വരിക. എന്നിട്ട് സോഫി എവിടെയെങ്കിലും കണ്ടില്ലേ? ഞാൻ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുകയില്ല എന്നൊക്കെ അറിയാൻ പാടില്ല. കത്തറി വല്യപ്പൻ അത്ര പുണ്യമാണെന്നൊന്നുമല്ല. വല്യപ്പൻ ഇരിക്കുന്നതാ വരുന്നു. സോഫിയ, സോഫിയ, സോഫിയ കൊച്ചിനെ കണ്ട? ഇല്ലല്ല, രാവിലെ പള്ളി പോകണമെന്ന് പറഞ്ഞിറങ്ങിയതാ. ഇതുവഴി വന്നില്ലല്ലോ. അന്വേഷിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. അച്ഛോ, പൂന്തോപ്പിലെ സോഫി ഇവിടെ വന്നോ? അവൾ ഇന്ന് രാവിലെ വന്ന് കുർബാനയും കുമ്പസാരവും എല്ലാം കഴിഞ്ഞിട്ട് പോയി. അവളെ ഇതുവരെ കണ്ടില്ല. എന്താണ്? മദർ സോഫിയയെ കാണാൻ വന്നതാണ്. അവരുടെ തലവട്ടമ്മയാണ്. മോളെ, ഞാനെല്ലാം പത്രത്തിൽ നിന്ന് വായിച്ചു. നീ സമാധാനിക്കൂ. ഇതാ ഈ കാപ്പി കുടി. സോഫിയ, നിനക്ക് കല്യാണം പറഞ്ഞിരുന്ന ചെറുക്കന്റെ വീട്ടുകാരുടെ മേലുവിലാസ് അറിയാമോ? അറിയാം. ഞാൻ അവർക്കൊരു കത്തിടാം. എനിക്ക് വിവാഹം വേണ്ടമ്മേ. എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്റെ ചായൻ ജയിലിൽ കിടക്കുന്നു. നിനക്ക് ആരെങ്കിലും ഒരു ആശ്രയം വേണ്ടേ? നിന്നെ സ്ഥിരമായി താമസിപ്പിക്കുവാൻ ഇവിടുത്തെ നിയമം അനുവദിക്കില്ല. എല്ലാം ആലോചിച്ച് ചെയ്യാം. സോഫിയ, സോഫിയ ഇവിടെ. സോഫിയ, ഞങ്ങളുടെ കൂടെ വരുമ്പോ മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞുകൂടെ? കൊച്ചുനാളിൽ മുതൽ പരിചയമുള്ള ആളാണ്. ആരായാലും ശരി, മേലിത് ആവർത്തിക്കരുത്. സോഫിയെ കാണാൻ ഒരാൾ വന്നു നിൽക്കുന്നു. പോയി കണ്ടിട്ട് വന്നോളൂ. സോഫിയ, സോഫിയ, ഞാൻ നിന്റെ നാട്ടിൽ പോയിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു. നീ ഇവിടെയാണെന്നുള്ള വിവരം
ചാക്കപ്പനെയും മറ്റും അറിയിച്ചോ? ഇല്ല, അറിയിക്കണ്ട. പിന്നെ എനിക്ക് വിവാഹം വേണ്ട. ഞാൻ അത്രയ്ക്ക് പാപിയാണ്. സോഫിയ, കൊച്ചുനാളിലെ പോലെ തന്നെ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന കുട്ടപ്പനാണ് ഞാൻ. നിന്റെ മനസ്സുള്ള തുറന്നു പറയും. നിനക്ക് വേണ്ടി ഏത് നിലയിലും എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് വിവാഹം വേണ്ട കുട്ടപ്പ. ചാക്കപ്പൻ എനിക്കിഷ്ടമില്ല. പിന്നെ അന്ന് നീ എന്തിനു വിവാഹത്തിന് സമ്മതിച്ചു? എന്റെ അപ്പച്ചനെയും ഇച്ചായനെയും വിഷമിപ്പിക്കരുതെന്ന് കരുതി. അപ്പച്ചൻ മരിച്ചു, ഇച്ചായൻ ജയിലിലുമായി. സോഫിയയുടെ ഈ ദുഃഖം മാറ്റാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മഠത്തിൽ പുറത്തു നിന്നുള്ള ഒരാളിന് 3 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ പാടില്ലെന്നറിയില്ലേ? അറിയാം. പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഞാൻ വിളിച്ചാൽ സോഫിയ എന്റെ വീട്ടിലേക്ക് വരുമോ? കുട്ടപ്പന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും എന്ത് തോന്നും? എന്റെ അമ്മയ്ക്ക് നിന്നെ അറിയാം, എന്നെ വിശ്വാസവുമുണ്ട്. പിന്നെ എന്റെ ഭാര്യയെ ഒട്ടും പേടിക്കേണ്ട. കാരണം എനിക്ക് ഭാര്യയില്ല. എന്താ, ഞാൻ വിളിച്ചാൽ നീ വരുമോ? കുട്ടപ്പനോ? ഇരിക്കൂ. സോഫിയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞിരുന്നു, ഇപ്പൊ കൂടുതൽ അറിഞ്ഞു. കുട്ടപ്പന് ഏതെങ്കിലും വിധത്തിൽ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ കഴിയുമോ?